ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇനി RCCയിലോട്ട് പോകണ്ട, ഇത് വേറെ ആരെങ്കിലും കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ ഗംഗാധരൻ സാറിനെ കണ്ടു. ഇപ്പോഴത്തെ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഗംഗാധരൻ സാറിനെയാണ് കാണിക്കുന്നത്. അപ്പം ഒരു ആശുപത്രിയെക്കുറിച്ചും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് RCCയെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് എൻ്റെ ആ ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനിൽ എന്നെ സഹായിച്ചത് RCC തന്നെയാണ്, എൻ്റെ ആ ഡോക്ടർ തന്നെയാണ്. കാരണം എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്ന സമയത്ത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യും എന്നുള്ള ഇത് പേടിയുണ്ടായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. കാരണം എൻ്റെ സ്റ്റേജ് 3 കൂടെ ആയതുകൊണ്ട് എന്തായിരുന്നിരുന്നാലും ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം എന്നൊക്കെ. എനിക്കാണെങ്കിൽ അത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹവും പിന്നെ എൻ്റെ ഈ സർജൻ പുള്ളിക്കാരന് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും പറയും ബ്രസ്റ്റ് റിമൂവ് ചെയ്തൂടെ, അതിനെന്താ പ്രശ്നമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇത് കഴിഞ്ഞിട്ട് ഈ അസുഖം വന്നു പോയവർക്കറിയാം, ഈ റിമൂവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞവർക്കും അല്ലാത്തവർക്കും ഡിപ്രഷൻ ഒത്തിരി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോഴത്തെ ആ ഒരു ലൈഫ് സേവിങ് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ബ്രസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യും. പക്ഷെ നമ്മളാണ് നമ്മുടെ ശരീരം പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം അവരപ്പോഴ് മറ്റുള്ളവരും പറയും, ഹസ്ബൻഡും പറയും, എല്ലാവരും പറയും റിമൂവ് ചെയ്തോട്ടെ, ജീവൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് റിമൂവ് ചെയ്തു. അവർക്ക് റിമൂവ് ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഹസ്ബൻഡിൽ നിന്ന് ഒരുപാട് ഹറാസ്മെന്റ് കിട്ടിയവര്, മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങനെ കളിയാക്കലുകൾ അനുഭവിച്ചിട്ടുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് മാനസികമായിട്ട് സ്ത്രീകളെ ഒത്തിരി തളർത്തിക്കളയും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലോട്ട് പോവാതിരിക്കാൻ ഇപ്പൊ കഴിവതും ഡോക്ടേഴ്സ് കംപ്ലീറ്റ് ആയിട്ട്, അത്രയും വേഴ്സ്റ്റ് കണ്ടീഷൻ ആവുമ്പോൾ മാത്രമേ ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ ട്യൂമർ, അത് കഴിവതും ആ ട്യൂമർ മാറ്റിയിട്ട് ആ ബ്രസ്റ്റിനെ കൺസർവേറ്റ് ചെയ്യാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ എനിക്കും ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി തന്നെയായിരുന്നു. അതുകൊണ്ട് എന്നെ ആ ഒരു എനിക്കങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നുള്ള പേടി എനിക്ക് ഉണ്ടായിരുന്നത് അറിയാവുന്നത് കൊണ്ടും ഒക്കെ ആ ഡോക്ടറുടെ ഹെൽപ്പ് കൊണ്ടാണ് അങ്ങനെ ഒരു റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഞാൻ ഇന്നും എൻ്റെ കണ്ടീഷൻ അത്രയും മോശമായിരുന്നു. കാരണം 3rd സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോഴത്തേല് കുറച്ച് വേഴ്സ്റ്റ് ആയിരുന്നു കണ്ടീഷൻ. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് RCCയിലെ ഡോക്ടേഴ്സിൻ്റെ കരുണ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവരോട് താങ്ക്ഫുൾ ആണ്, RCCയോടും. പിന്നെ ഓരോരുത്തർക്കും ഓരോ മൂഡിൽ ഓരോ സ്വഭാവം, അവരുടെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസോ കാര്യങ്ങളോ കൊണ്ടൊക്കെ നമ്മുടെ അടുത്ത് കുറച്ച് ചിലപ്പോൾ മോശമായിട്ടൊക്കെ പെരുമാറി എന്ന് വരാം. അപ്പം നമുക്കത് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ മാറുന്നു. അതുകൊണ്ട് ഞാനും മാറി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് RCCയോടോ എന്നെ ട്രീറ്റ് ചെയ്ത എൻ്റെ ഡോക്ടേഴ്സിനോടോ എനിക്ക് ഒരു വിരോധവും ഇല്ല. എനിക്ക് എന്നും അവരോട് നന്ദി മാത്രമേ ഉള്ളൂ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിപ്രഷൻ വന്നോ, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നപ്പോൾ ഡിപ്രഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് ചോദിക്കേണ്ട ആവശ്യമില്ല, ഡിപ്രഷൻ വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, എനിക്ക് ആ ക്യാൻസർ പീരീഡിൽ, ആ ട്രീറ്റ്മെന്റ് പീരീഡിൽ എനിക്ക് അങ്ങനെ വലിയ ഡിപ്രഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ട്രീറ്റ്മെന്റും വേദനകളും, ഇപ്പം നമ്മൾ വിചാരിക്കും കീമോതെറാപ്പിയും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേലും ഇതല്ല, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. അല്ല, ഇതിൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ എന്നല്ല, ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ആ രോഗത്തിനേക്കാളും പെയിൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ്. ട്രീറ്റ്മെൻറ്റ് ഭയങ്കര പെയിൻഫുൾ ട്രീറ്റ്മെൻ്റ് ആണ്. ഈവൻ കീമോ ആണെങ്കിലും ശരി, റേഡിയേഷൻ ആയിരുന്നിരുന്നാലും ശരി, ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഇതിനെല്ലാം സൈഡ് എഫക്ട്സും ഉണ്ട്. അപ്പോൾ ഓരോ കീമോ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡ് കൗണ്ട് പോവും. പിന്നെ ഈ കീമോ തരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ആ ട്യൂമർ സെൽസിനെ അല്ലെങ്കിൽ ക്യാൻസർ സെൽസിനെ മാത്രമല്ല ഇത് നശിപ്പിക്കുന്നത്, നമ്മുടെ നല്ല ബ്ലഡ് സെൽസിനെയും ഇത് നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റെസിസ്റ്റിംഗ് പവർ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ പെട്ടെന്ന് 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 നമുക്ക് അസുഖങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പൊ എപ്പോഴും 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 ഞാൻ പറയലേ, ഒരു 1 ഇയർ ഫുൾ നമ്മൾ ട്രീറ്റ്മെന്റിൽ തന്നെ ആയിരിക്കും എപ്പോഴും. ആ 1 ഇയർ നമുക്ക് ഫ്രീ ആവത്തില്ല. പിന്നെ സ്റ്റിറോയിഡ്സ് അത് ഇതൊക്കെ കയറുമ്പോഴത്തേല് അതിന്റെ ബുദ്ധിമുട്ടുകൾ വേറെ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഞാൻ എൻ്റെ ഈ ക്യാൻസർ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാണാത്തവര് ആ വീഡിയോസ് ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാലായിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് എനിക്ക് ഡിപ്രഷൻ ഉണ്ടായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴും അതുവരെ എല്ലാവരും ഇങ്ങനെ വന്ന് നിന്ന് അസുഖമാണല്ലേ ഇങ്ങനെ പാമ്പർ ചെയ്തും ഇതാക്കിയൊക്കെ നമുക്ക് ഒരു സ്പെഷ്യൽ കെയറും ഇതൊക്കെ തരും. അസുഖം മാറിക്കഴിയുമ്പം ഒബ്വിയസ്ലി എല്ലാവരും അവരവരുടെ ഇതായിട്ട് പോകും. പിള്ളേര് സ്കൂളിൽ പോവും, കോളേജിൽ പോവും, ഹസ്ബൻഡ് ഓഫീസിൽ പോവും, വേറെ ആരുമില്ല, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കും. ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇത് നമ്മളറിയാതെ നമ്മളിൽ വന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ താമസിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, RCCയുടെ അടുത്ത ചുറ്റുവട്ടത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ കാണുന്നത് മുഴുവൻ ഈ പേഷ്യൻസിനെയും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഒരിക്കലും എൻ്റെ എനിക്ക് ഈ രോഗം വന്നിട്ടില്ല എന്ന് ചിന്തിക്കാനോ ഈ രോഗത്തെ മറക്കാനോ പറ്റത്തില്ല. എപ്പോഴും ഞാൻ ഇത് തന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അവസ്ഥ, പഴയ അവസ്ഥകളും എൻ്റെ ആ ട്രീറ്റ്മെന്റ് കാലവും ഇതൊക്കെ ഓർമ്മ വരും. അപ്പോൾ ഒബ്വിയസ്ലി ഞാനും ഡിപ്രസ്ഡ് ആയി പോവാറുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴും ബ്രസ്റ്റ് പെയിൻ ഉണ്ടോന്ന്. ഇപ്പൊ അങ്ങനെ വലിയ ബ്രസ്റ്റ് പെയിൻ ഒന്നും ഇല്ല. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴത്തേലുണ്ടാവുന്ന പെയിൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ ഇതൊന്നുമില്ല. പിന്നെ 6 മന്ത്സ് കൂടുമ്പോൾ ഫോളോ അപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്. ഇപ്പൊ പിന്നെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരു വർഷത്തിനധികമായി. അതിപ്പോ ചെയ്യുന്നില്ല. ഇനി പോയിട്ട് കാണിക്കണം. പിന്നെ വൊമിറ്റിങ്ങിന് മരുന്ന് തന്നിരുന്നു. അപ്പൊ ഈ കീമോയുടെ സമയത്ത് ഏറ്റവും ഭീകരനായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് വൊമിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കീമോ കഴിഞ്ഞ് വരുന്ന വഴിക്ക് തന്നെ അങ്ങോട്ട് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും. അത്രയും ഹെവി ഡോസാണ് നമ്മുടെ ശരീരത്തിൽ അവര് ഇഞ്ചെക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെയിനിൽ കൂടെ അല്ല ആ മരുന്ന് പോകുന്നത്. അതിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഈ മരുന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ പൊള്ളിപ്പോവും. അത്രയും ഇതായിട്ടുള്ള ഹെവി ഡോസ് മരുന്നാണ് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇഞ്ചെക്ട് അല്ല, അത് എന്താ പറയുന്നത്, ഇതാണ്, ഡ്രിപ്പായിട്ടാണ് തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേല് ഭയങ്കര ഛർദിയാണ്. ആദ്യത്തെ 3 കീമോ കഴിയുന്നത് വരെയും ഛർദി കൊണ്ട് നമുക്കൊരു രക്ഷ ഉണ്ടാവില്ല. ആ സമയത്ത് അവരവിടെ തീർച്ചയായിട്ടും മെഡിസിനൊക്കെ തരുന്നുണ്ട്. പക്ഷെ മെഡിസിനിലൊന്നും നിൽക്കില്ല. പിന്നെ ചിലപ്പോൾ ടാബ്ലറ്റ് തീരെ നമ്മളങ്ങ് വോമിറ്റ് ചെയ്ത് വല്ലാണ്ടാകുമ്പം ഹോസ്പിറ്റലിൽ നമ്മൾ പോവും. കാഷ്വാലിറ്റി പോകുമ്പോൾ അവർ ഇഞ്ചക്ഷൻ എന്തെങ്കിലും തരും, അപ്പോഴും കുറയാറുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്നെ മിസ്ഗൈഡ് ചെയ്ത ഡോക്ടറുടെ പേരെന്തെന്നാ ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. കാരണം ചിലപ്പോൾ ആ ഡോക്ടറും ഇത് കാണുന്നുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോകുന്ന പള്ളിയിൽ വരുന്ന ഡോക്ടർ ആയതുകൊണ്ട് ആ പള്ളിയിലുള്ളവർക്കും ഒക്കെ ചിലപ്പോൾ പേര് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ഡോക്ടറിനെ മനസ്സിലാവും. അത് ആ ഡോക്ടറിനൊരു ചീത്തപ്പേരാവും. അത് എനിക്ക് താല്പര്യമില്ല. എന്തായാലും എനിക്ക് വരാനിരുന്നു, അതുകൊണ്ട് അത് വന്നു. ഇങ്ങനെയൊക്കെ അനുഭവിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വിധിയായിട്ട് ഞാൻ കാണുന്നു. അത് ഞാൻ അനുഭവിച്ചു തീർത്തു. അതിനിപ്പം മറ്റൊരാളെ എന്താ പറയുക, കുറ്റപ്പെടുത്തിയിട്ടോ പരാതി പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അവരെ ഇപ്പം മോശക്കാരിയായിട്ട് ഞാൻ ചിത്രീകരിച്ചതുകൊണ്ട് ഞാൻ അനുഭവിച്ചത് മുഴുവൻ അനുഭവിക്കാതാവുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഡോക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ
ഏറ്റവും പരിചയമുള്ള ഡോക്ടർ തന്നെയാണോ ഇതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും പരിചയമുള്ള ഡോക്ടർ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ചോദിച്ചത് മായാദേവി ഡോക്ടർ എവിടെയുള്ള ഡോക്ടറാണ്. മായാദേവി ഡോക്ടറായിരുന്നു എൻ്റെ ഡോക്ടർ സർജനാണ്. പുള്ളിക്കാരി ആണ് എൻ്റെ ഈ ക്യാൻസർ രോഗം കണ്ടുപിടിക്കുന്നത്. പുള്ളിക്കാരി ഇവിടെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. കിംസിലും പുള്ളിക്കാരി ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ എന്തായാലും ഉണ്ട്. ഡോക്ടർ ആണ് എൻ്റെ ക്യാൻസർ സ്ഥിരീകരിച്ചത്. പിന്നെ ബ്രസ്റ്റ് പെയിൻ, ഫൈബ്രോയിഡ്സ്, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ബ്രസ്റ്റിൽ പെയിൻ വരുന്നതും ഈ ഫൈബ്രോയിഡ്സും കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. അത് പറഞ്ഞപ്പോഴാണ് പിന്നെ വേറെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഈ പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേൽ ഏത് ഡോക്ടറിനെയാണ് കാണിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല ഗൈനക്കോളജിസ്റ്റുകളായിരുന്നിരുന്നാലും അവർ കണ്ടുപിടിക്കുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും, ഞാൻ എല്ലാവരോടുമായിട്ട് പറയുന്നത്, ഒരിക്കലും ഓരോ ഡോക്ടറിൻ്റെയും വീട്ടിൽ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുവാണ്, ഇങ്ങനെയുള്ള അസുഖങ്ങളോ പെയിനോ കാര്യങ്ങളോ വരുമ്പോഴത്തേലും നിങ്ങൾ കഴിവതും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ കാണിക്കണം. അവിടെ പോയിട്ട് നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെയോ സർജനെയോ ആരെ കാണിച്ചിരുന്നാലും, ഈവൻ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തായിരുന്നിരുന്നാലും അവർ നിങ്ങളെ കറക്റ്റ് സർജനിലോട്ട് റെഫർ ചെയ്യും. അപ്പോഴ് നമ്മുടെ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നേരെ മറിച്ച് ഞാനിത് ഡോക്ടറിന്റെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്തത് കൊണ്ടാണ്, ആ ഡോക്ടറിന്റെ ഒരു ഇതുകൊണ്ട്. ഇല്ലെങ്കിൽ വേറെ ഏതൊരു ഡോക്ടറും അങ്ങനെ നമ്മളെ റെഫർ ചെയ്യത്തുള്ളൂ. പക്ഷെ പുള്ളിക്കാരി മറന്നുപോയിട്ടോ എന്തെങ്കിലും പുള്ളിക്കാരിയുടെ മനസ്സിൽ എന്തെങ്കിലും ആയിപ്പോയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരി ഇതാക്കിയിരുന്നു. ഞാൻ ഈ ബ്രസ്റ്റിന്റെ പെയിന്, ഇങ്ങനെയുള്ള മുഴകൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാണിക്കേണ്ടത് ഒരു സർജനെ ആയിരിക്കണം. സർജനെയാണ് കാണിക്കേണ്ടത്. സർജൻ നമ്മളെ ഓൺകോളജിസ്റ്റ്, അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺകോളജിസ്റ്റിലോട്ട് റെഫർ ചെയ്യും. അപ്പൊ സർജനെയാണ് കാണിക്കേണ്ടത്. പിന്നെ ഏത് ഡോക്ടറെ, ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക, അത്രയും മാത്രമേ ഞാൻ പറയുള്ളൂ. ഹോസ്പിറ്റലിൽ പോയി സർജനെ കാണിക്കുക. ഇല്ലെങ്കിൽ അതിൽ ആ ഒരു പെയിന് നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഡോക്ടേഴ്സിനെ ആയിരുന്നാലും കാണിക്കുക. ഇപ്പോൾ ബ്രസ്റ്റ് പെയിൻ ആണെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാലും മതി, അവർ സർജനിലോട്ട് റെഫർ ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മുഴകളൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ സർജനെ കാണിക്കുക. പിന്നെ ചോദിച്ചിരിക്കുന്നത് ബ്രസ്റ്റിലും കഴുത്തിലും ഒക്കെ എനിക്ക് ക്യാൻസർ വന്നപ്പം ബ്ലാക്ക് പുള്ളി സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്കങ്ങനെ പുള്ളികളോ അങ്ങനത്തെ ഒന്നും എനിക്കങ്ങനെ സിംറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു പെയിൻ മാത്രമായിരുന്നു എനിക്കുള്ള സിംറ്റം ഒക്കെ. പിന്നെ അതാണ്, ബ്രസ്റ്റ് പെയിൻ ആരെയാണ് കാണിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കക്ഷത്തില് വേദന ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എൻ്റെ കക്ഷത്തിലും ഭയങ്കര പെയിൻ ആയിരുന്നു. റൈറ്റ് സൈഡ് ബ്രസ്റ്റ് ഭയങ്കര പെയിൻ ആയിരുന്നു. കയ്യിൽ ഭയങ്കര പെയിൻ ആയിരുന്നു. എല്ലാം ആ ഒരു പെയിൻ എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനത്തെ രീതിയിലൊരു പെയിൻ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന സംശയങ്ങൾ. അപ്പോൾ എല്ലാത്തിൻ്റെയും ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഇതിനെക്കുറിച്ച്, ഈ എൻ്റെ അസുഖത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനിതൊക്കെ അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ്.